സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ കറണ്ട് എനർജി, എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. മൂന്നാമത്തെ കാർഡ് എന്ത് ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എന്തിനാണെന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്താണ് ഇന്നത്തെ എനർജി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. നൈറ്റ് ഓഫ് സോർട്സ് എന്നാൽ ഫോക്കസിൻ്റെ കാർഡാണ്, പഠനത്തിൻ്റെ കാർഡാണ്. നമുക്ക് കണ്ടറിയാൻ പറ്റും. ഒരുപാട് പുസ്തകത്തിൻ്റെ അടുക്ക് ഒരു വ്യക്തിനെ ഇരിക്കുന്നതാണ്. പൊതുവെ കാർഡ് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെ കൂർമ്മതയോടുകൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഊർജ്ജം എന്ന് പറയുന്നത് വളരെയധികം ഫോക്കസോടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ തിരക്ക് കൂട്ടാൻ പാടില്ല. അപ്പോൾ എയർ എന്ന് പറയുന്ന എനർജിയാണ് സോഡ്. എയർ എന്ന് പറഞ്ഞാൽ വായുവാണ്, നമുക്കറിയാലോ. വായു വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഫോക്കസ് ചെയ്ത് ഒരു കാര്യം ചെയ്യാവുന്ന ഊർജ്ജമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ഗൈഡൻസ് ചോദിച്ചപ്പോൾ നമ്പർ 13 ബ്രൂം എന്ന് പറയുന്നൊരു കാർഡാണ്. ബ്രൂം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഇത് മേജർ ആർക്കാന കാർഡാണ്. അതിൽ ഡെത്ത് എന്ന് പറയുന്നൊരു കാർഡാണ്, അതായത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഈ കാർഡ് വരുമ്പോൾ നമ്മൾ കണ്ടറിയാം, നമ്മൾ വീടൊക്കെ നമുക്കറിയാമല്ലോ, ഇടയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളയാറുണ്ട്. അതായത് 3-4 മാസമായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ, പഴയ ന്യൂസ് പേപ്പർ, മനസ്സിലും അതേപോലെ കുറേ സംഭവങ്ങളുണ്ടെന്നാണ് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത്. അതെല്ലാം പതുക്കെടുത്ത് കളയുക, അതൊന്നും ചുമക്കേണ്ട കാര്യമില്ല എന്നൊരു ഊർജ്ജമാണ് ഇന്ന് തരുന്ന ഗൈഡൻസ്. എന്തിൽ ഫോക്കസ് ചെയ്യാം, എന്ത് കിട്ടും നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് 7 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. 7 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഈ വ്യക്തി നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് വാളുകൾ തന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ മറ്റൊരാളുടെ ദേഷ്യം കാണിക്കുന്ന ഊർജ്ജമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് സെൽഫിഷായിട്ട് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുക, അതായത് ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യേണ്ട. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന പോലെ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ ചെയ്യുക എന്നാണ് പറയുന്നത്. ഐ വിഷ് യു എ ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.